ആയത്തുള്ള അലി ഖാംനിയെ വധിക്കാൻ തങ്ങൾക്ക് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ലായിരുന്നു എന്നും എന്നാൽ യുദ്ധത്തിനിടയിൽ അതിനുള്ള അവസരം സൃഷ്ടിക്കാൻ തങ്ങൾ ആലോചിച്ചിരുന്നു എന്നും എന്നാൽ അതിന് കഴിഞ്ഞില്ല എന്നുമുള്ള ഇസ്രായേൽ കാറ്റ്സിൻ്റെ പ്രസ്താവനയ്ക്ക് വളരെ വലിയ തരത്തിലുള്ള മറുപടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാൻ പറഞ്ഞത് ഇസ്ലാമാബാദിൽ ഒപ്പുവെച്ച ധാരണ വ്യവസ്ഥകളുടെ ലംഘനമാണ് ഈ പ്രസ്താവന എന്ന് പറഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ടെൽ അവീവിലെ വളർത്തുമൃഗത്തിന് മൂക്ക് കയറിടേണ്ടത് അമേരിക്കയാണ് എന്ന രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അത് യജമാനനെ അനുസരിക്കുന്നില്ലെങ്കിൽ ഇറാൻ അവരെ പഠിപ്പിക്കും, ഞങ്ങളുടെ ജനതക്കും നേതാക്കൾക്കും നേരെയുള്ള ആക്രമണങ്ങൾക്ക് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് അബ്ബാസ് അറാച്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആയത്തുള്ള അലി ഖാംനെയെ ഉന്നം വെച്ചുകൊണ്ട് ഇസ്രായേൽ കാറ്റ്സ് വിവാദ പ്രസ്താവന നടത്തിയിരുന്നത്. യുദ്ധത്തിനിടെ ഖാംനെയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായി കാറ്റ്സ് അവകാശപ്പെട്ടിരുന്നു. ഇസ്രായേൽ ചാനൽ 13 നൽകിയ അഭിമുഖത്തിലായിരുന്നു കാറ്റ്സ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. ഖാംനെയെ വധിക്കാൻ തങ്ങൾക്ക് അമേരിക്കയുടെ അനുമതിയുടെ ആവശ്യമില്ലായിരുന്നുവെന്നും എന്നാൽ യുദ്ധത്തിനിടെ അതിനുള്ള സാഹചര്യം ലഭിച്ചില്ല എന്നുമാണ് കാറ്റ്സ് പറഞ്ഞത്. ചർച്ചകളിൽ ഇളവുകൾ നേടാൻ ശ്രമിക്കുന്ന നല്ല കച്ചവടക്കാരാണ് ഇറാൻ പ്രതിനിധികൾ എന്നും കാറ്റ്സ് ആ അഭിമുഖത്തിൽ ഇറാനിയൻ നേതാക്കളെ പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെന്നത് കണ്ടാൽ വീണ്ടും ആക്രമണം നടത്താൻ ട്രംപ് ഇസ്രായേലിന് പച്ചക്കൊടി നൽകിയിട്ടുണ്ട് എന്നും കാറ്റ്സ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര വേദിയായ ഐക്യരാഷ്ട്രസഭയിൽ കടുത്ത നിലപാട് ഉയർത്തുന്നതിനിടെ ഒക്കെയാണ്, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയൊക്കെയാണ് കാറ്റ്സിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടന്നത് വരുന്നത്. എന്നാൽ കാറ്റ്സിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു മറുപടി വരുന്നത്, ഞങ്ങൾ അറിയാതെ അഥവാ അമേരിക്ക അറിയാതെ ആയത്തുള്ള അലി ഖാംനെയെയും ഇറാനിയൻ നേതാക്കളെയും വധിക്കുവാനുള്ള ശ്രമം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി അതോടൊപ്പം ഇറാനിയൻ സ്പീക്കർ അലി ഗാലിബാഫ് എന്നിവരെ കൂടി വധിക്കുവാനുള്ള ഒരു ശ്രമം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ ഇൻ്റലിജൻസ് ആണ് അത് പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല ഈ വിവരം ഇറാനിയൻ നേതാക്കൾക്ക് അമേരിക്കൻ ഇൻ്റലിജൻസ് കൈമാറി എന്നുമുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ അമേരിക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ മിഡിൽ ഈസ്റ്റിലും ഇതുമായി ബന്ധപ്പെട്ട ചില അലയൊലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഫ്ത്ത് ഫ്ലീറ്റ് ബഹ്റൈനിലെ അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അത് വളരെ വലിയ പരിക്കുകൾ അമേരിക്കൻ ആസ്ഥാനത്തിന് നേവി ബേസിന് ഉണ്ടായി എന്നത് അറിയാം. ഇതിനിടെ ഇറാന്റെ നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര വേദിയായ ഐക്യരാഷ്ട്രസഭയിൽ കടുത്ത നിലപാടുമായി ബഹ്റൈൻ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഒട്ടും യാദൃശ്ചികമോ ആകസ്മികമോ അല്ലെന്നും വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ളതാണ് എന്നുമാണ് ബഹ്റൈൻ UN-ൽ ഉന്നയിച്ചിരിക്കുന്നത്. ജനവാസ മേഖലകളെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഇത്തരം സൈനിക നീക്കങ്ങൾക്ക് പിന്നിലെ യുക്തിയെ രാജ്യം കൗൺസിലിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് ശേഷവും ഈ ആഴ്ച ആദ്യം ഇറാൻ നടത്തിയ പുതിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബഹ്റൈൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം UN സുരക്ഷാ കൗൺസിൽ മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ അടിയന്തരമായി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ബഹ്റൈൻ ഇറാനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു ജലശുദ്ധീകരണ പ്ലാന്റ്, സിവിലിയൻ കേന്ദ്രങ്ങൾ, മറ്റ് സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നേരെ ഇറാൻ നിരന്തരം ആക്രമണം നടത്തുന്നതിൻ്റെ കാരണം എന്താണ് എന്നാണ് ബഹ്റൈൻ UN-നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബഹ്റൈനിലെ റെസിഡൻഷ്യൽ ഏരിയകളും വ്യാവസായിക നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും ജനസാന്ദ്രതയേറിയ മേഖലകളും പരസ്പരം വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ചെറിയൊരു ആക്രമണം പോലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ രാജ്യത്തുണ്ട്. അത്തരത്തിലുള്ള രാജ്യത്തെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്, അതും മുൻധാരണയോടുകൂടിയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് ബഹ്റൈൻ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി 28-ന് അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ബഹ്റൈൻ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് നേരിട്ടത്. തുടർച്ചയായ ഈ വ്യോമാക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരുന്നത്. ഇസ്ലാമാബാദ് ഉടമ്പടികൾ നിലനിൽക്കുമ്പോഴും തുടരുന്ന ഇത്തരം ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം അടിയന്തിരമായി ഇടപെടണം എന്നാണ് സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ബഹ്റൈൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി വീണ്ടും രംഗത്ത് വരുന്നതും, അതോടൊപ്പം ഇസ്രായേൽ കാറ്റ്സിൻ്റെ ചാനൽ 13 ചർച്ചകളും അത് തുടർന്നും തുടർ ചർച്ചകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷം പരിഹരിക്കാൻ അമേരിക്ക നയതന്ത്ര ശ്രമം നടത്തുന്നതിനിടെ പ്രകോപനപരമായ പ്രസ്താവനകളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ കാറ്റ്സ്, അവരുടെ പ്രതിരോധ മന്ത്രി, അവർ നിരന്തരമായി ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനിവാര്യമെങ്കിൽ വീണ്ടും ഇറാനിൽ ആക്രമണം നടത്തുമെന്നും മുജ്തബ കാംനെയെ വധിക്കുമെന്നുമൊക്കെയാണ് ഇപ്പോൾ കാറ്റ്സ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. 2006 ലെബനാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു കാറ്റ്സിൻ്റെ ഈ ഒരു പ്രസ്താവനയുണ്ടായത്. അതിനുശേഷം ചാനൽ 13 അദ്ദേഹം നടത്തി, ഇറാനിൽ നാം 2 തവണ എല്ലാ മുൻകരുതലുകളോടെയും കൂടി ആക്രമണം നടത്തി, അനിവാര്യമെങ്കിൽ 3ാമതൊരു തവണ കൂടി ആക്രമിക്കും. ഇസ്രായേലി സേന ലെബനാനിലും സിറിയ, ഗസ എന്നിവിടങ്ങളിലും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രസംഗത്തിൽ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ കാംനെയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടതായും പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തലുണ്ടായി. അതേസമയം ഇസ്രായേലിന്റെ നിരന്തരമായ ഈ പ്രകോപനത്തിനെതിരെ ഇറാനും വളരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും യുദ്ധ മേഖലയിൽ, മിഡിൽ ഈസ്റ്റിൽ യുദ്ധ സാഹചര്യങ്ങൾ, പിരിമുറുക്കങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇടയിലാണ് ഈ ശീതയുദ്ധവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.